ഇപ്പം ശീലം സ്വഭാവം നമ്മളൊക്കെ ഇടയ്ക്ക് വെച്ചിരിക്കുകയാണല്ലോ. നമ്മളല്ല, ആ സ്വഭാവമാണ് നമ്മളെ ഭരിക്കുന്നത്. കുറേ കാലം കൈ വാച്ച് കെട്ടി, അപ്പോൾ വലത് കൈ വാച്ച് കെട്ടിനാണ് 10-25 വർഷം. അപ്പോൾ ഇടത് കൈ വാച്ച് കെട്ടുന്നതാണ് നമ്മുടെ വേഗതയെ നിയന്ത്രിച്ചിട്ട് ഇടത് കൈയിൽ മാറ്റി കെട്ടി. വലത് കൈ എന്തെങ്കിലും വെള്ളമൊക്കെ എടുക്കുമ്പം വാച്ച് നനഞ്ഞാലോ ഇടത് കൈ കെട്ടിയാൽ പ്രശ്നമില്ല, ഇടത് കൈ കെട്ടി. ഇപ്പം സമയമാകുമ്പോൾ ആ വലത് കൈയാണ് ആദ്യം നോക്കുന്നത്. കാരണം 10-25 വർഷം കൊണ്ടാണ് ആ ശീലം, അത് സ്വഭാവമായി. ആ സ്വഭാവം നമ്മൾ തിരുന്നത്. ഇപ്പം ഈ കുറേ മുൻവിധികളും ഇഷ്ടാനിഷ്ടങ്ങളും അത് നമ്മുടെ സ്വഭാവമായിരിക്കുകയാണ്. അപ്പം അതാണ് മുമ്പേ വലിക്കുന്നത്. മനസ്സിനെ എത്ര ശ്രമിച്ചാൽ ഇതൊക്കെ തന്നെ പുറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. അതിനാണ് ശക്തി കൂടുതൽ. ഇതിനോടുള്ളൊരു മുൻധാരണയുണ്ട്. മുൻധാരണ വെച്ചാണ് നീങ്ങുന്നത്. ഒരാളെ കണ്ടാലോ അങ്ങനെ വെച്ച്. അപ്പം മുൻധാരണയുണ്ട്. ആ മുൻധാരണ നമ്മൾ മാറ്റിയെടുക്കണം. ഈ മുൻധാരണ ഉള്ളതുകൊണ്ടാണ് നമുക്കറിയാനോ ആസ്വദിക്കാനോ കഴിയാത്തത്. ഒരു കഥ ഓർക്കുകയാണ്. തേനീച്ചയും വണ്ടും ഇവർ വളരെ സുഹൃത്തുക്കളായിരുന്നു. അഴുക്കിലും മലത്തിലും മാത്രം കഴിയുന്ന വണ്ടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തേനീച്ചയ്ക്ക് സഹതാപം തോന്നി. പൂന്തോട്ടത്തിലേക്ക് വണ്ടിനെ ക്ഷണിച്ചുകൊണ്ട് തേനീച്ച വണ്ടിനോട് സംസാരിക്കുകയാണ്. എന്തിനാണ് നീ ഇങ്ങനെ ജീവിതം മുഴുവനും മലത്തിൻ്റെ ഗന്ധവും ശ്വസിച്ച് കഴിയുന്നത്? എൻ്റെ കൂടെ പൂന്തോട്ടത്തിൽ വരും. അവിടെ നല്ല റോസാപുഷ്പത്തിൻ്റെയും മുല്ലയുടെയൊക്കെ നിനക്ക് മണം ശ്വസിക്കാൻ കഴിയും. പണ്ട് തിരിച്ചു പറഞ്ഞ് ഞാൻ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ശുചിത്വമില്ലെന്ന് നിനക്കറിയാമല്ലോ. കാരണം എല്ലാവരും കൊണ്ട് വേസ്റ്റ് ഇവിടാണല്ലോ ഉള്ളത്. പക്ഷെ എനിക്ക് ഇവിടെയാണ് ഇഷ്ടവും എന്ന് പണ്ട് തിരിച്ച് പറയാണ്. വീണ്ടും തേനീച്ച് വിളിക്കുക, നീ ഒന്ന് വന്ന് നോക്ക്, നീ എൻ്റെ കൂടെ ഒന്ന് വന്ന് നോക്ക്. സ്വർഗം എന്നുള്ള സ്ഥലത്തെപ്പറ്റി നീ കേട്ടിട്ടില്ലേ? സ്വർഗത്തെക്കാട്ടിലും മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീ ഒന്ന് വാ, ഒരു പ്രാവശ്യം നീ വന്ന് നോക്ക്, വാ വിളിക്കുക. അവസാനം വണ്ട് സമ്മതിച്ച് തേനീച്ചയോടൊപ്പം പൂന്തോട്ടത്തിലേക്ക് വണ്ട് പോവുകയാണ്. പൂന്തോട്ടത്തിലെത്തിയപ്പോൾ സമുദ്രം പോലെ ലക്ഷക്കണക്കിന് പല വർണ്ണത്തിലും രൂപത്തിലുള്ള പൂക്കൾ വണ്ട് കണ്ട്. തേനീച്ച ഈ വണ്ടിനെ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഒരു മുല്ലപ്പൂ കൊണ്ടിരുത്തി. എന്നിട്ട് തേനീച്ച ചോദിക്കുകയാണ് വണ്ടിനോട്, എങ്ങനെയുണ്ട് ഈ മുല്ലപ്പൂവിൻ്റെ മണമെന്ന്. പണ്ട് പറഞ്ഞ മലത്തിൻ്റെ ഗന്ധത്തിൽ നിന്ന് ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. ചിന്താക്കുഴപ്പമായ തേനീച്ചത് എന്താ ഈ വണ്ട് പറയുന്നത്. അപ്പോൾ ഈ വണ്ടിനെ പൊക്കി ഒരു റോസാപുഷ്പത്തിൻ്റെ അതിൽ കൊണ്ടയച്ചു. അപ്പോൾ തിരിച്ചും തേനീച്ച ചോദിച്ചു, ഇപ്പോഴെങ്ങനെ തോന്നുന്നു? മുമ്പത്തെ ഒന്നും വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. തേനീച്ച ഉണ്ണിനെ സൂക്ഷിച്ച് നോക്കി വണ്ടിനെ, എന്താ ഇതിന് കാരണം. അപ്പോൾ വണ്ടിലേക്ക് സൂക്ഷിച്ച് നോക്കി. അപ്പോൾ തേനീച്ച ഇതിൻ്റെ കാരണം കണ്ടെത്തി. തേനീച്ച വണ്ടിൻ്റെ മൂക്കിലുണ്ടായിരുന്ന അഴുക്കല നല്ലപോലെ ഒന്ന് ചിരണ്ടിക്കളഞ്ഞു. എന്നിട്ട് വീണ്ടും ഒരു പുഷ്പത്തിൻ്റെ ഓർത്തുകൊണ്ട് വെച്ച്, റോസാപുഷ്പത്തിൻ്റെ. അപ്പോഴാണ് ആദ്യമായി ആ പൂന്തോപ്പിലെ പൂക്കളുടെ സുഗന്ധം വണ്ടിന് നുകരാൻ കഴിഞ്ഞത്. അപ്പോൾ വണ്ട് പറയണം, ഓ ഇപ്പോഴെന്ത് നല്ല മണമാണ് ഈ പൂക്കൾക്ക് എനിക്ക് നുകരാൻ കഴിയുന്നത്. ഇത്ര മണം ഉണ്ടായിരുന്നു ഈ പൂക്കൾക്കെന്ന് ചോദിക്കുകയാണ്. വണ്ട് തിരിച്ച് തേനീച്ചയോട് ചോദിക്കുകയാണ്. തേനീച്ച പറയും, നേരത്തെ ഈ പൂക്കൾക്ക് ഇതേ മണം തന്നെ ഉണ്ടായിരുന്നു. നിന്റെ മൂക്കിൽ ഈ അഴുക്ക് കാരണമാണ് ആ മണം നിനക്ക് നുകരാൻ കഴിയാതിരുന്നത് എന്ന് തേനീച്ച വണ്ടിനോട് പറയുകയാണ്. നമുക്ക് ആധ്യാത്മികയുടെ സ്വന്തം ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നതും ഈ മനസ്സുമായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ മുൻവിധി, ഇഷ്ടാനിഷ്ടങ്ങൾ, ശീലങ്ങൾ ഇങ്ങനെയുള്ള ഇതിൽ ബന്ധിച്ച് കിടക്കുകയാണ്. അതാണ് നമുക്ക് അത് ആസ്വദിക്കാനോ അറിയാനോ കഴിയാത്തത്. അപ്പോൾ ആധ്യാത്മികതയിലുള്ള ആ സ്വാതന്ത്ര്യമോ ആനന്ദമോ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. കാരണം വീണ്ടും നമ്മൾ അപ്പോൾ ഉള്ള രുചിയുടെ പുറകെ പോവാണ്. പായസത്തിൽ ഉപ്പിട്ട് കുടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഉപ്പിൻ്റെ രുചിയല്ലേ വരത്തുള്ളൂ. അപ്പം അതുപോലെ നമുക്ക് ഈ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഉപ്പ് ചേർത്തിരിക്കുക, മറ്റു ആസ്വദിക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്വയം സൃഷ്ടിച്ച ശീലങ്ങളാണ്. അതിൽ നിന്ന് മുക്തരാകാൻ അത്ര എളുപ്പമല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ അയാളെ പേര് നാരായണൻ ആയിരുന്നു. അത് കുറേ വർഷം എല്ലാവരും വിട്ടാൽ പുതിയൊരു പേര് കേശവ എന്നിട്ട്, എനിക്ക് ഈ പേര് വേണ്ട, ഈ പേര് തന്നാൽ മതി. അപ്പോൾ
കേശവ എന്ന് പേരിട്ടെങ്കിലും നീ നാരായണ എന്ന് വിളിച്ചുള്ള പുള്ളി എവിടെ വേറെ ഏറെ പേര് ഇന്ത്യയും തിരിഞ്ഞു മനസ്സിൽ ഉറച്ചു കിടക്കുന്ന അതാണ്. എത്ര വർഷം കൊണ്ട് പേര് ഇതാണ് നിൻ്റെ പേര്, ഇതാണ് നിൻ്റെ പേര് എന്ന് കിടക്കും. അപ്പം അത് തന്നെ വരും നമുക്ക്. അപ്പോൾ നമ്മൾ ആത്മാവാണ് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും മറ്റേ ഈ ശരീരമനോബലത്തിലേക്ക് മനസ്സ് പോകത്തുള്ളൂ. നമ്മളുണ്ടാക്കിയതാണ്, നമ്മുടെ സൃഷ്ടിയാണ് ഇതെല്ലാം. അപ്പം നമ്മുടെ സൃഷ്ടിയാണ് സത്യം എന്ന് വിശ്വസിച്ച് ആ പീഠത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് ഒട്ടിപ്പോയി, സിമെൻറ്റ് ഒട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് എത്ര ശക്തമായി തന്നെ ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉണർവ് കിട്ടുകയുള്ളൂ.